ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർ തിരുപ്പതി യാത്ര വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു യാത്ര പോയി വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കഴിവതും എന്നെക്കൊണ്ട് സാധിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തിരുപ്പതി യാത്ര അനുഭവത്തെക്കുറിച്ചും നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ആരെങ്കിലും പോകുവാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. ഞാൻ 300 രൂപയുടെ ദർശന ടോക്കൺ എടുത്തിട്ടാണ് പോകുന്നത്. അതായത് ഏപ്രിൽ മാസത്തിൽ ഓപ്പണായ നമ്മുടെ സ്പെഷ്യൽ എൻട്രി ദർശന ടിക്കറ്റ് ഞാൻ എടുത്തു വെച്ചിരുന്നു. അതുപ്രകാരം ഞങ്ങൾ ശനിയാഴ്ച കഴിഞ്ഞ 25-ാം തീയതി രാത്രി തിരുപ്പതിയിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ ബസ്സിലാണ് പോയിരുന്നത്. നിങ്ങൾക്ക് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ട്രെയിനിൽ പോകാം. ഞങ്ങൾ ഇവിടുന്ന് രാത്രി 8:30 പോവുകയും രാവിലെ ഒരു 5:45 തന്നെ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ സാധാരണ നമുക്ക് അലമേലു മങ്കാപുരം അതുപോലെ ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം എല്ലാം ദർശനം ചെയ്തതിന് ശേഷമാണ് മുകളിലേക്ക് പോകേണ്ടത്. പക്ഷേ ഞങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ എന്തു ചെയ്തു എന്നാൽ നേരെ ആദ്യം മുകളിലേക്കാണ് പോയത്. റൂമൊന്നും എടുക്കണ്ട എന്ന് കരുതി നേരെ മുകളിലേക്ക് പോയി. ചെക്കിംഗ് പോയിൻ്റ് എല്ലാം കഴിഞ്ഞ് നേരെ പോയത് വെങ്കിടാദ്രി എന്ന് പറയുന്ന തിരുപ്പതിയിലെ ഇപ്പോഴുള്ള പുതിയ ഒരു ബിൽഡിങ്ങിലേക്കാണ്. കറക്റ്റായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ CR ഓഫീസിൻ്റെ പിറകുവശത്ത് ബസ്സെല്ലാം നിൽക്കും. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടാകും. അവിടെ ആയിട്ടാണ് ഈ വെങ്കിടാദ്രി വരുന്നത്. റൂം എടുക്കാതെ നമുക്ക് പോയിട്ട് കുളിച്ച് ഫ്രഷപ്പ് ആവാനായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇതാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് വെങ്കിടാദ്രി ബിൽഡിങ്. ഇവിടേക്ക് പോയി നമുക്ക് ഫ്രീ ആണ്. അവിടെ പോയിട്ട് നമ്മൾ ഒരാൾ പുറത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ബ്രഷ് ചെയ്ത് കുളിച്ച് റെഡിയായിട്ട് വരാം. സ്ത്രീകൾക്ക് വേറെ ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ ജെൻസിന് വേറെ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വളരെ വൃത്തിയും അതുപോലെ തന്നെ നമുക്ക് നല്ല സ്പേസുമുണ്ട്. നമുക്ക് സമാധാനത്തിൽ റെഡിയായിട്ട് പോകാം. ഞങ്ങളൊരു 7:30 ആകുമ്പോഴേക്കും തന്നെ റെഡിയായി കഴിഞ്ഞു. കാരണം എൻ്റെ 300 രൂപ ദർശന ടോക്കണിൻ്റെ ടൈം എന്ന് പറയുന്നത് 2 മണിക്കാണെങ്കിൽ പോലും ഈ 10 മണി സമയത്ത് VIP ബ്രേക്ക് ദർശൻ കഴിഞ്ഞ് 300 രൂപയുടെ ദർശന ടോക്കണെ പെട്ടെന്ന് വിടും. സാധാരണ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആരും അധികം പറഞ്ഞു തരാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും ഞാൻ വീണ്ടും ഇവിടെ എടുത്തു പറയുവാൻ കാരണം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഈ സമയത്ത് 10 മണിക്ക് ദർശന ടോക്കൺ അതായത് VIP ദർശന ടോക്കൺ എല്ലാം കഴിഞ്ഞ് 10 മണിക്കാണ് 300 രൂപയുടെയും 500 രൂപയുടെയും ദർശന ടോക്കൺ ഓപ്പൺ ആകുന്നത്. കാരണം തലേ ദിവസം 10 മണിയോടുകൂടി ATC സർക്കിൾ ക്ലോസ് ആണ്. രാത്രി 10 മണിയോടുകൂടി ATC സർക്കിൾ ക്ലോസ് ആകുകയും 300 രൂപയുടെയും അതുപോലെ തന്നെ ഫ്രീ ദർശനത്തിൻ്റെ ടോക്കണുകളെല്ലാം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ്. ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ആ ദിവസത്തെ ടോക്കൺ ഉണ്ടെങ്കിൽ ഒരു 9 മണിക്കെല്ലാം പോയി ലൈനിൽ ജോയിൻ ചെയ്യാം. എവിടെ 300 രൂപയുടെ ദർശന ടോക്കൺ വാങ്ങിക്കുന്ന ATC സർക്കിളിൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു 9 മണി 9:30 നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവർ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ ഡയറക്റ്റായിട്ടുള്ളിലേക്ക് പോവാം. ഞങ്ങൾ ഒരു 9 മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കാലത്ത് കഴിച്ചു. അതും അന്നദാനത്തിനൊന്നും പോയില്ല. നമ്മുടെ വെങ്കിടാദ്രിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ കടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഞങ്ങളുടെ ഫോണും ലഗേജും എടുത്ത് ഞങ്ങൾ ദർശനത്തിനാണ് പോയത്. ലഗേജ് കൗണ്ടറിൽ കൊടുത്തു. ഫോൺ മാത്രം കയ്യിൽ വെച്ചു. ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ വെങ്കിടാദ്രിയിൽ ലഗേജ് കൗണ്ടറും ഫോൺ കൗണ്ടറും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും CR ഓഫീസിലേക്ക് തിരികെ വന്നത് എടുക്കണമല്ലോ എന്ന് കരുതിയാണ് നമ്മുടെ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ലഗേജ് കൗണ്ടറും മൊബൈൽ കൗണ്ടറും എല്ലാം ഉണ്ട്. അവിടെ കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ പോയി വരാഹസ്വാമിയെ തൊഴുതതിന് ശേഷം ഞങ്ങൾ ദർശനത്തിന് ജോയിൻ ചെയ്തു. കൃത്യം ഒരു 9 മണി മുതൽക്ക് 9:30 വരെ ആ ഒരു സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്തു. 9:50 ATC സർക്കിളിൻ്റെ ഗേറ്റ് ഓപ്പൺ ചെയ്തു. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ വരികളിലൂടെ അങ്ങനെ ഞങ്ങൾ കടന്ന് അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. ആ തിരക്കിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് പോയി. ഒരു 9:45 10:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ കൗണ്ടറും അതേപോലെ ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടറും എത്തി. നമ്മുടെ ടിക്കറ്റിൻ്റെ വാലിഡ് അന്നേ ദിവസം രാത്രി 12 മണി വരെയുള്ള സമയമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് രാവിലെ 9 മണിക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് ആ സമയം വൈകി ഞങ്ങളൊരു 12 മണിക്കാണ് പോയത് എന്ന് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യും.
അല്ല രാത്രി 10 മണിക്കുള്ളിലാണ് പോയത് എന്ന് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് രാത്രിയിൽ 10 മണിക്ക് ടിക്കറ്റാണ്, ഞങ്ങളൊരു രാവിലെ 11 മണിക്കോ 10 മണിക്കോ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചാലും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇതുപോലുള്ള ചെക്കിംഗ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ പോയി 10:30 നമ്മുടെ കയ്യിലുള്ള മൊബൈലും കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് വിട്ടത് നേരെ ദർശനത്തേക്കാണ്. ഏതൊരു കൗണ്ടറിലോ അതല്ലാതെ ആ കൂടാരത്തിനകത്തും നമ്മളെ പൂട്ടിയിട്ടില്ല. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയും 11:20 ആകുമ്പോഴേക്കും നമ്മുടെ ശ്രീനിവാസ ഭഗവാനെ കണ്ടു തൊഴുതുവാൻ സാധിക്കുകയും ചെയ്തു. മഹാഭാഗ്യമെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഭഗവാനെ ഒന്ന് കാണുവാൻ വേണ്ടി, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി കോടാനുകോടി ജനങ്ങളാണ് കാത്തു നിൽക്കുന്നത് അല്ലേ. ഒരു ദിവസത്തിൽ ഇപ്പോൾ ഏകദേശം, അതായത് മുൻപെല്ലാം പറയുകയായിരുന്നു ലീവ് സമയങ്ങളിൽ മാത്രമാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ തിരക്ക്, ഇപ്പോഴൊന്നും തിരക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. എല്ലാ ദിവസങ്ങളിലും, അതായത് സാറ്റർഡേ സൺഡേ ആവുകയാണ് എന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിലധികം പേർ ദർശനം കാണുന്നതായിട്ടും 3.5 കോടി രൂപ ഒരു ദിവസത്തിൽ തന്നെ വഞ്ചിയിൽ കാണിക്കയായിട്ട് സമർപ്പിക്കപ്പെടുന്നതായിട്ടും 80 to 85,000 പേർ തലമുണ്ടനം ചെയ്യപ്പെടുന്നതായിട്ടും ഇങ്ങനെ ഒരുപാട് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻപെല്ലാം അങ്ങനെയല്ല, നമ്മുടെ ആ ലീവ് ടൈം മാത്രമാണ് തിരക്ക്, സാധാരണ ദിവസങ്ങളിൽ തിരക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ സാധാരണ ഞാൻ ഈ പറഞ്ഞ സമയമല്ലാതെയാണ് ഞാൻ പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് 6 മണിക്കൂർ ദർശനത്തിന് സമയമെടുക്കും. 300 രൂപ ദർശന ടിക്കറ്റിൻ്റെ സമയം 6 മണിക്കൂർ ഏകദേശം ഇന്നലെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു സമയത്ത് പോയത് കൊണ്ട് മാത്രം കൃത്യം ഒരു 1.5 മണിക്കൂർ, 9:30 കയറിയിട്ട് നമുക്കൊരു 11:15 ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കണക്കിൽ വെച്ചോളൂ, ആ ഒരു സമയത്തിനകം ദർശനം കണ്ട് പുറത്തു വരുവാൻ എനിക്ക് സാധിച്ചു. അത് നമ്മുടെ എമ്പെരുമാൻ ശ്രീനിവാസൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമെന്ന് ഞാൻ കരുതുകയുള്ളൂ. സാധാരണ വരികൾ 3 വരികളാണ്. അതിൽ ഞാൻ ആദ്യത്തെ വരികളിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ആ ഗരുഡ ഭഗവാന്റെ നേരെ തൊട്ടടുത്തുള്ള വരികളിലൂടെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇന്നലെ എനിക്ക് തിരക്കിൽപ്പെട്ട് നടുവിലെ വരിയിലൂടെയാണ് ഞാൻ പോയത്. പക്ഷേ അതും ഒരു ഭാഗ്യം തന്നെയാണ്. എൻ്റെ മുൻപിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ സേവാലുള്ള ആൾക്കാരും നമ്മളെ പിടിച്ചു വലിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. പച്ച കളർ തുളസി മാല ചാർത്തി ദ്വാദശി ദിവസം കൂടിയാണ്. നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ച് ഞാൻ ഈ പറയുന്നതെല്ലാം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഭഗവാൻ പട്ടുവസ്ത്രമണിഞ്ഞ്, ചുവന്ന നിറത്തിലുള്ള പട്ടുവസ്ത്രമണിഞ്ഞ് പച്ചക്കളറിൽ നമ്മുടെ തുളസി മാലകൾ കൊണ്ട് അലങ്കാരം ചെയ്ത്, വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത്, അഭയഹസ്തമായിട്ട്, അതായത് ഒരു കൈ ഇങ്ങനെ ഇടുപ്പിലും അതായത് കാലിലും ഒരു കൈ നമ്മളെ അനുഗ്രഹിക്കുവാനും തയ്യാറായി നിൽക്കുന്ന ആ ഭഗവാനെ കൺകുളിരെ കണ്ടു. ആദ്യം ഞാൻ തിരുനാമമാണ് കണ്ടത്. പക്ഷേ തിരുനാമമല്ല കാണേണ്ടത്, പാദമാണ്. പക്ഷേ ആ തിരക്കിൽ ഞാൻ തിരുനാമമാണ് കണ്ടത്. അതിനുശേഷം ഞാൻ ഓരോന്നും ഭഗവാനെ നോക്കി ആസ്വദിച്ച് കണ്ടു. എന്തോ ഇപ്രാവശ്യം ഭഗവാന്റെ മുൻപിൽ പോയി നിന്നപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞില്ല. ഒരു പക്ഷേ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് തന്നെ ആ ഒരു സെക്കൻഡാണ്. ആ സെക്കൻഡിൽ കണ്ണുകൾ മങ്ങി എൻ്റെ ഭഗവാനെ കാണാൻ സാധിക്കാതിരുന്നാലോ എന്ന് കരുതി ഞാൻ തന്നെ എൻ്റെ കണ്ണുകളെ എന്നെ തന്നെ നിയന്ത്രിച്ച് നിർത്തി എന്ന് വേണം ഞാൻ പറയുവാനായിട്ട്. അത്രയും ഭംഗിയോടുകൂടി എനിക്ക് ഭഗവാനെ കാണുവാൻ സാധിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് പോലെ വീണ്ടും വന്നോ എന്നുള്ള ആ ഒരു ചോദ്യം എനിക്ക് അനുഭവപ്പെട്ടു. അത്രയും സന്തോഷത്തോടു കൂടി എനിക്ക് ഭഗവാനെ കാണുവാൻ സാധിച്ചു. ഭഗവാന്റെ മുൻപിൽ ദീപത്തെ കാണുവാൻ സാധിച്ചു. ഭഗവാനെ കൺകുളിരെ എനിക്ക് കണ്ട് തൊഴുതുവാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ തൊഴുതു പെട്ടെന്ന് സേവാലുള്ള ആൾക്കാർ മുകളിലേക്ക് കയറി വന്ന് എന്നെ വലിച്ചു. കുറച്ച് നേരം എനിക്ക് നിന്ന് കണ്ട് തൊഴുതുവാൻ സാധിച്ചതിന് ശേഷം മാത്രമാണ് അവർ വലിച്ചത്. അവരെ തെറ്റു പറയാൻ സാധിക്കില്ല, കാരണം അതവരുടെ ഡ്യൂട്ടിയാണല്ലോ. അങ്ങനെ കണ്ട് തൊഴുതതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്ന് വരദരാജപ്പെരുമാളേനെയും തൊഴുതു. അതിനുശേഷം നമ്മുടെ വൈകുണ്ഠ ദ്വാരകത്തിന് മുൻപിലിരുന്നു കൊണ്ട് ഏത് രൂപത്തിലാണോ ഭഗവാനെ ഞാൻ കണ്ടത് ആ രൂപം മനസ്സിൽ കൊണ്ടുവന്ന് ഭഗവാന്റെ തിരുനാമം ഒരു 10 മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്ന് ധ്യാനിച്ചു. അതിനുശേഷം നമ്മൾ ജടായു വെച്ചു, തീർത്ഥം വാങ്ങിച്ചു, നമ്മുടെ കാണിക്ക വഞ്ചിയിൽ കാണിക്കയും സമർപ്പിച്ചു. അതുപോലെ തന്നെ കുബേര തൂൺ തൊട്ട് തൊഴുതി കുബേര ഭഗവാനെ നോക്കി നമ്മുടെ യോഗ നരസിംഹമൂർത്തിയുടെ ആ ഒരു ഭാഗം അവിടെ ക്ലോസ് ചെയ്തിരുന്നു. പിന്നീട് വിമാന വെങ്കടേശ ഭഗവാനെ, അതിന് മുന്നേ നമ്മുടെ കാണിക്ക വഞ്ചിയിൽ കാണിക്ക സമർപ്പിക്കുന്നതിന് മുന്നേ വിമാന വെങ്കടേശ്വര ഭഗവാനെ തൊഴുതു. എന്താണ് വിമാന വെങ്കടേശ്വര ഭഗവാന്റെ പ്രത്യേകത എന്നുള്ള കാര്യം? വിമാന വെങ്കടേശ്വര ഭഗവാൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായും അടച്ചിരുന്നു. ഓരോ കാരണങ്ങൾ കൊണ്ട്, ഓരോ രാജാക്കന്മാരുടെ ഭരണാധികാര സമയത്ത് ഓരോ കാരണങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം അടച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഭക്തജനങ്ങൾക്കും അവിടുത്തെ പൂജാരിമാർക്കും
അകത്തേക്ക് കയറുവാൻ പ്രവേശനമില്ലാത്തത് കൊണ്ട് അവിടുത്തെ ഭക്തജനങ്ങളെല്ലാം തന്നെ വിമാന വെങ്കടേശ്വര ഭഗവാനെ നോക്കിയാണ് തൊഴുത് നമ്മുടെ വെങ്കടാചലപതി ഭഗവാനോട് എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നതായി പറയുന്നു. അന്നെല്ലാം നമുക്ക് അകത്തേക്ക് പോയി കയറി തൊഴുതാൻ പറ്റും. അതായത് തിരുനടയാണ് അടച്ചിരിക്കുന്നത്, മറിച്ച് നമുക്ക് പുറത്തെല്ലാം തന്നെ പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ ഓരോ മാസങ്ങൾ തോറും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങൾ തോറും പുതിയ പുതിയ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഭഗവാനെ കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് മുൻപെല്ലാം ഡയറക്റ്റായിട്ട് അകത്തേക്ക് വിടുമെന്നാണ് പറയുന്നത്. ഒരു 38 വർഷം 40 വർഷത്തിന് മുൻപെല്ലാം പോയവർക്കെല്ലാവർക്കും അറിയാം. അവർക്കെല്ലാവർക്കും നേരെ അകത്തേക്ക് പോയിട്ട് നമ്മുടെ ആ ഫസ്റ്റ് ഡോർ എന്ന് പറയും അവിടം വരെ 3 ഡോറാണ് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകുവാനുള്ളത്. നമ്മളെല്ലാം 300 രൂപയുടെയും 500 രൂപയുടെയും ദർശനം കാണുന്നവർ 3rd ഡോറിൻ്റെ അവിടെ നിന്നിട്ടാണ് തൊഴുതുന്നത്. അതിനുശേഷം 2nd ഡോറുമുണ്ട്, ഫസ്റ്റ് ഡോറുമുണ്ട്. ഫസ്റ്റ് ഡോർ വരയ്ക്കും നമുക്ക് പോയി തൊഴുതാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഒരു 38 വർഷത്തിന് മുൻപാണെന്നാണ് കണക്ക്. അങ്ങനെയുള്ള സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിമാന വെങ്കടേശ്വര ഭഗവാനെയാണ് എമ്പെരുമാനായിട്ട് ശ്രീനിവാസനായിട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത് ഭക്തജനങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അവിടെ നിന്നും പതുക്കെ പുറത്തേക്ക് വന്ന നമുക്ക് ഇന്ന് ചെറിയ ലഡു അല്ല പ്രസാദമായിട്ട് കിട്ടിയത്, മറിച്ച് പുളിസാദമാണ്. വളരെ സന്തോഷത്തോടു കൂടിയും തൃപ്തിയോടുകൂടിയും പ്രസാദം വാങ്ങി കഴിച്ചതിന് ശേഷം നമ്മൾ ലഡു പ്രസാദമെല്ലാം വാങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല ആഞ്ജനേയ സ്വാമിയെയും പോയി തൊഴുതതിന് ശേഷം അവിടെ നിന്ന് പതുക്കെ നമ്മൾ അന്നദാന മണ്ഡപത്തിലേക്ക് പോകാൻ നിന്നില്ല. കാരണം നമുക്ക് അന്നദാനം CR ഓഫീസിന് മുൻവശത്ത് തന്നെ കിട്ടും. അവിടെ നേരെ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ വന്നത്. CR ഓഫീസിന് മുൻവശത്തേക്ക് വന്ന് അവിടെ നിന്ന് സാമ്പാർ സാദം അന്നദാനമായിട്ട് വാങ്ങിച്ചു. അതും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ താഴെ ഇറങ്ങി. അപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഒരു 3 മണിയാണ്. ഏകദേശ സമയമാണ് ഞാൻ പറയുന്നത്. ഒരു 3 മണിക്ക് ഞങ്ങൾ താഴെ ഇറങ്ങി നേരെ ഇസ്കോൺ ടെമ്പിളിലേക്ക് പോയി. അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് നട അടച്ചിരുന്നു. 3:50 ആകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ റീച്ചായി. കൃത്യം 4 മണിക്ക് നട ഓപ്പൺ ചെയ്യുകയും അവിടെ തൊഴുതുകയും അതിനുശേഷം നമ്മൾ അലമേലു മങ്കാപുരത്തിലേക്ക് പോവുകയുമാണ് ചെയ്തത്. അലമേലു മങ്കാപുരത്ത് പോയിട്ട് നമ്മൾ റീച്ചാകുന്ന സമയം എന്ന് പറയുന്നത് കൃത്യം ഒരു 5:40 ആയിരുന്നു. ആ സമയത്താണ് അവിടെ നട ക്ലോസ് ആണ്. ഇനി ഒരു 7 മണി മുതൽക്ക് 7:30 വരയ്ക്കുള്ള സമയത്തെ തുറക്കുകയുള്ളൂ. 7:15 എന്നാണ് പറഞ്ഞത്. ആ സമയത്തെ തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കാണെങ്കിലും വളരെയധികം സങ്കടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ സമയം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. നമ്മൾ മുകളിലത്തെ ദർശന ടൈമിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇവിടുത്തെ നട ക്ലോസ് ചെയ്യുന്ന സമയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ വിട്ടു. എങ്ങനെ അമ്മനെ കാണാതെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു സങ്കടം മനസ്സിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. ശരി, എന്താ ചെയ്യുക, ഇനി പുറത്ത് പോയി തൊഴുതിട്ട് നമുക്ക് പോകാമെന്ന് കരുതി ഞാൻ പുറത്തേക്ക് പോയി. അവിടെ നിന്ന് നന്നായിട്ട് തൊഴുതു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അലമേലു മങ്കാപുരം പോയവർക്ക് അറിയാൻ സാധിക്കും. അവിടെ സഹസ്ര ദീപാലങ്കാര സേവ നടത്തുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആ സമയത്ത് സഹസ്ര ദീപാലങ്കാര സേവ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫോണെല്ലാം തന്നെ ലഗേജ് കൊണ്ടുള്ള കൊടുത്താണ് പോയത്. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അവിടെ കുഞ്ഞൊരു ആന പതുക്കെ തലയെല്ലാം ആട്ടി ഇങ്ങനെ വന്ന് നിന്ന് അമ്മയുടെ ആ സഹസ്ര ദീപാലങ്കാര സേവയുടെ ദീപാരാധനയും കർപ്പൂര ദീപവും എല്ലാം കാണുവാൻ എനിക്ക് സാധിച്ചു. നീല നിറത്തിലുള്ള പട്ടുവസ്ത്രമണിഞ്ഞ് താമരയുടെ മുകളിലിരിക്കുന്ന മഹാലക്ഷ്മി ദേവിയെ കാണുവാൻ സാധിച്ചു. നല്ല ഡാർക്ക് ബ്ലൂ കളർ വസ്ത്രം, അതിൽ ഗോൾഡൻ കളറായിട്ട് പുള്ളിയായിട്ടുള്ള വസ്ത്രം. അവിടെയും അവിടുത്തെ തിരക്കെന്ന് പറയാൻ അറിയാമല്ലോ, യാതൊരു കുറവുമില്ല. ഞാനൊരു സൈഡിലേക്ക് മാറി നിന്നു. എല്ലാവരെയും അവിടെ കയറ് വെച്ച് കെട്ടിയിരുന്നു. പോലീസുകാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കയറിന് ആ ഒരു വശത്തേക്കായിട്ട് മാറി നിന്ന് കുറച്ച് മുൻവശത്തേക്ക് പോയിട്ട് മുഴുവനായിട്ട് എനിക്ക് അമ്മയുടെ ഒരു സേവ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അത് കഴിഞ്ഞ് തിരികെ വരുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മയെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ശിവേലിയെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് അമ്മയ്ക്ക് നൈവേദ്യമായി സമർപ്പിച്ച പ്രസാദം എനിക്ക് തന്നു. അവിടെ വേറെ ആർക്കും കിട്ടിയില്ല, എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് ആ ഒരു നിമിഷം എന്ന് പറയുന്നത്, നിനക്ക് അകത്ത് വന്നിട്ടല്ലേ എന്നെ കാണാൻ സാധിക്കാത്തത്, ഞാൻ പുറത്ത് നിനക്ക് വേണ്ടി വന്നില്ലേ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി അമ്മ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതു. അതിനുശേഷം ദീപമെല്ലാം തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശരി ഇനി നമുക്ക് നമ്മുടെ ബസ് വരാൻ സമയമായില്ല, ഒരു 9 മണിക്കാണ് ബസ്. ആ സമയത്ത് നമുക്ക് തിരികെ പോകാമെന്ന് കരുതി നമ്മുടെ ലഗേജ് എടുക്കുവാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു സമയത്ത് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയ്ക്ക് കയറി. ആ കടയിൽ അമ്മ പറഞ്ഞു ദർശനം കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ലമ്മ കണ്ടിട്ടില്ല, കാരണം വളരെയധികം തിരക്കുണ്ട്. 200 രൂപയുടെയും 50 രൂപയുടെയും ദർശന ടിക്കറ്റ് നിൽക്കുകയാണെങ്കിലും സമയം ഒരുപാടാകും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബസ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞ വാക്ക് അതാണ്, ഇവിടെ വന്നിട്ട് നിങ്ങൾ പത്മാവതി അമ്മയെ കാണാതെ പോകുന്നത് ശരിയല്ല.
8 മണിക്ക് നട അടയ്ക്കും. ഈ 8 മണിക്കുള്ളിൽ നിങ്ങളൊരു 7:30-ക്കെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ വരിയിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ദർശനം കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു 7:30-ക്ക് ക്യൂവിൽ ജോയിൻ ചെയ്യൂ. 8 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ഷോക്കായി. കാരണം സമയം അപ്പോൾ നോക്കുമ്പോൾ 6:45 9:30-ക്കാണ് ഞങ്ങളുടെ ബസ്സും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കുറേ നേരം ആലോചിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ആ വരിയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതി പോകുമ്പോൾ അവിടെ പത്മാവതി അമ്മയ്ക്ക് താമരപ്പൂ വളരെ പ്രിയമാണല്ലോ. താമരപ്പൂ വിൽക്കുന്ന ഒരു അമ്മയും അതുപോലെ പറഞ്ഞത് 1/2 മണിക്കൂറിനുള്ളിൽ പുറത്ത് വരും, എൻ്റെ മക്കൾ ദയവ് ചെയ്ത് അമ്മയെ കാണാതെ പോകണ്ട, അകത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ആ ഫോൺ വീണ്ടും കൊടുത്തിട്ട് വേഗം ഞങ്ങൾ അകത്തേക്ക് കയറി. ഒരു 7 മണിക്ക് അകത്തേക്ക് കയറിയിട്ട് 7:25 പത്മാവതി അമ്മയെ നല്ല രീതിയിൽ ദർശനം ചെയ്ത് ഞങ്ങൾക്ക് പുറത്തു വരാൻ സാധിച്ചു. പത്മാവതി അമ്മ ഓറഞ്ചും ചുവപ്പും കലർന്ന നിറത്തിലുള്ള ഒരു പട്ട് സാരി ഉടുത്തിട്ട് പത്മത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവി ഇങ്ങനെ ഇരിക്കുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് സഹസ്രദീപാലങ്കാര സേവയ്ക്ക് കൊണ്ടുവന്ന മൂലവമൂർത്തി എന്ന് പറയും, അതായത് അവിടുത്തെ അമ്മ, ആ അമ്മയെയും വെച്ചിട്ടുണ്ട്. നീല നിറത്തിലുള്ള പട്ടുവസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതും ധരിച്ചിങ്ങനെ രണ്ടുപേരെയും മാറി മാറി തൊഴുതു. എനിക്ക് എന്താ പറയാമെന്ന് പോലും അറിയില്ല. അമ്മയെ കാണാതെ പോകേണ്ടി വരുമോ എന്ന് മനസ്സിലൊരു സങ്കടമുണ്ടായിരുന്നു. ആ സങ്കടം എനിക്ക് ഇപ്പോൾ ആ സമയത്തുണ്ടായിരുന്നില്ല. എനിക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിഞ്ഞില്ല. അത്രയും നേരം ഞാനിങ്ങനെ അമ്മയെ തന്നെ നോക്കിയിരുന്ന് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഓറഞ്ച് നിറത്തിലുള്ള പട്ടുവസ്ത്രം, ഓറഞ്ച് നിറത്തിലുള്ള പട്ട് സാരിയിൽ ഇങ്ങനെ അമ്മ തിളങ്ങി ജ്വലിച്ച് നിൽക്കുന്നു. ആ മൂക്കുത്തി എന്ന് പറയേണ്ടത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ വലിയ ഒരു പൊട്ട്, ചുവപ്പ് നിറത്തിലുള്ള വലിയൊരു പൊട്ടും വെച്ചിട്ട് ഇങ്ങനെ അമ്മ ഇരിക്കുന്നുണ്ട്. തൃപ്തിയോടുകൂടി കാണാൻ സാധിച്ചു. തൃപ്തിയോടുകൂടി അമ്മയെ കണ്ട് പുറത്തിറങ്ങി അവിടെയും കുങ്കുമവും വാങ്ങിച്ചു പ്രസാദമായിട്ട്. അതുപോലെ തന്നെ പുളിസാദമാണ് തന്നത്. അതെങ്ങനെ അച്ഛനും അമ്മയും ഒരുപോലെയല്ലേ നമ്മളെ സ്വീകരിക്കുന്നതല്ലേ. അങ്ങനെ പുളിസാദം വാങ്ങി കഴിച്ചു. ഞങ്ങൾ നേരെ തന്നെ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിനു ശേഷം നമ്മുടെ ബസ്സിലേക്ക് യാത്ര തിരിച്ചു. ബസ് 9:30-ക്ക് എടുക്കുകയും കാലത്ത് ഞങ്ങളൊരു 6:00-ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് റീച്ച് ആവുകയും ചെയ്തപ്പോൾ ഒരു ദിവസത്തെ ദർശന രീതിയെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ശരിയായ രീതി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ അലമേലു മങ്കാപുരത്ത് ദർശനം ചെയ്യണം, പിന്നെ ഗോവിന്ദരാജ പെരുമാള ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം, പിന്നീട് വരാഹസ്വാമിയെ മുകളിൽ പോയി ദർശനം ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ തിരുപ്പതി എമ്പെരുമാൻ ശ്രീനിവാസനെ ദർശനം ചെയ്യേണ്ടത്. എല്ലാം എനിക്കറിയാം, അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഇന്നലത്തെ ഒരു ഷെഡ്യൂൾ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതായിരുന്നു. എനിക്കതിൽ വളരെയധികം തൃപ്തിയുമാണ്. ഞാൻ നല്ല രീതിയിൽ ദർശനം ചെയ്തു. അതുപോലെ തന്നെ ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ അവരുടെ പേരും നക്ഷത്രവും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിരുന്നു. ഞാൻ ഫോൺ എടുത്ത് എല്ലാവരുടെ പേരും, എനിക്ക് ആ സമയം വരയ്ക്ക് ആരുടെ പേരുകളും നക്ഷത്രങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു. അവരുടെ പേരും നക്ഷത്രങ്ങളും എല്ലാവരുടെ പേരും തിരുപ്പതി തിരുമല ഗോപുരത്തിൻ്റെ മുൻവശത്തിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞ് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആരോഗ്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ ഐശ്വര്യത്തിനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല എന്ന് പറയില്ല. എല്ലാവരുടെ പേരും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ ദർശന രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ദർശനത്തിന് 2 ലഡു ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അമ്മയുടെ ലഡു എന്ന് പറയുന്നത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. അതും ഞാൻ പ്രസാദമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ദർശനത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളിൽ പലർക്കും ഇത് ഉപകാരപ്പെടും. പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. ഇനിയും തിരുപ്പതി യാത്രയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ. എനിക്കറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ ഞാനത് തന്നിരിക്കും. അത് വീഡിയോ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സുകളിലൂടെ മറുപടി ആയിട്ടാണെങ്കിലും തന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും തിരുപ്പതിക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.